നാട്ടുകാരുടെ ഏക ഗതാഗത മാർഗമായ റോഡ് തകർന്ന് നാളുകൾ പിന്നിട്ടിട്ടും നന്നാക്കാൻ നടപടിയില്ല. റോഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് അധികൃതർക്ക് നിരവധി പരാതികൾ നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇടുക്കി ജില്ലയിലെ മേലോരം എന്ന ഗ്രാമത്തിലേക്കുള്ള ഏക ഗതാഗത മാർഗമായ റോഡിന്റെ ശോചനീയാവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഇടുക്കി ജില്ലയിലെ മേലോരം എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് പോകുന്ന റോഡാണ് ഇത്തരത്തിൽ അപകടാവസ്ഥയിലായിരിക്കുന്നത്. ഏക്കർ കണക്കിന് സ്ഥലത്തെ മരങ്ങൾ വെട്ടിമാറ്റി മണ്ണ് നീക്കം ചെയ്ത് ഇവിടെ കൈതകൃഷി ആരംഭിച്ചു. കാലവർഷം ശക്തമാകുന്നതോടെ ഇവിടെ നിന്നുള്ള ചെളിയും മണ്ണുമെല്ലാം റോഡിലേക്ക് ഒഴുകിയെത്തുന്ന അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ മേഖലയിലെ തടി കയറ്റാൻ വന്ന ലോറി റോഡിനു കുറുകെ യാത്രാ തടസ്സം സൃഷ്ടിക്കുകയും ഇത് ചോദ്യം ചെയ്ത നാട്ടുകാരെ തടി കയറ്റാൻ വന്ന തൊഴിലാളികളും ഉദ്യോഗസ്ഥരും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഭാരമേറിയ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുമ്പോൾ റോഡ് കൂടുതൽ ശോചനീയാവസ്ഥയിലാകുകയാണ്. നാട്ടുകാർക്ക് അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഈ റോഡിലൂടെ ആശുപത്രിയിലേക്ക് പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും അധികൃതർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ 2 മാസമായിട്ട് ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ എനിക്ക് വളരെയധികം പേടിയാണ്. കാരണം ഇവര് വലിയ ലോറികളിൽ ഭയങ്കര ഹൈറ്റിൽ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതും ഈ ലോറി ശരിക്കും പറഞ്ഞാൽ കിടക്കുന്നത് റോഡിന്റെ നടുക്കാണ്. വഴി അടച്ചാണ് ഈ ലോറികൾ കിടക്കുന്നത്. ശരിക്കും ഒരു റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഈ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ റോഡിന്റെ പുറത്തൂടെ വേണം നമ്മൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് പോകാനായിട്ട്. റോഡല്ല, റോഡ് ഒരു തോടായിട്ട് ഇപ്പൊ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ അധികാരികളുടെ കൺമുമ്പിൽ തന്നെയാണ്. കൂടാതെ റോഡരികിലെ മലകൾ വ്യാപകമായി ഇടിച്ചു നിരത്തുകയാണ്. ഇത് സംബന്ധിച്ച് പരാതി നൽകിയപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നതാണ് മറുപടി. വളരെ നാളുകൾക്ക് മുന്നേ MP ഫണ്ടിൽ ചെയ്തൊരു റോഡ്, അതിന്റെ ശോചനാവസ്ഥ ഓൾറെഡി ഒരു സൈഡിൽ നിലനിൽക്കുന്നു, നമുക്കൊന്നും കിട്ടുന്നില്ല. അതിന്റെ കൂട്ടത്തിലാണ് ഈ ഉള്ളതും കൂടെ ഈ എസ്റ്റേറ്റുകാരും ഈ പറഞ്ഞ ഭരണാധികാരികളും പോലീസും എല്ലാവരും കൂടെ ഒത്തുകളിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പോലീസുകാരുടെ പെരുമാറ്റവും സംസാരവും കേട്ടാൽ തന്നെ അറിയാം, നല്ല തുക കൈക്കൂലി മേടിച്ചിട്ടാണ് ഇവരിതിനെല്ലാം കൂട്ടു നിൽക്കുന്നത്. അങ്ങനെ പഞ്ചായത്തിൻ്റെയും പോലീസിൻ്റെയും കൂട്ടുകെട്ടിൽ നടക്കുന്ന ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാക്കലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ മണ്ണിടിച്ച് കഴിഞ്ഞ കൊല്ലം തന്നെ കൂട്ടിക്കലെല്ലാം എന്തായാലും ഒരു ലോഡിലും സംഭവമെല്ലാം ഉണ്ടായത്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് കൃഷിയെ നമുക്ക് തടയാൻ പറ്റത്തില്ല. പക്ഷെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് കൃഷിയായിട്ട് കൂട്ടാൻ പറ്റുമോ? മല ഇടിച്ചു നിരത്തി ഇവിടെ കൃഷി ആരംഭിച്ചു. മഴ ശക്തമാകുന്നതോടെ ഇവിടെ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതാണ്. കൂടാതെ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഇവിടേക്കുള്ള ബസ് സർവീസുകളും നിലയ്ക്കുന്ന സാഹചര്യമാണ്. ഇതുവഴിയുള്ള രാത്രി യാത്രകളും ഏറെ ദുഷ്കരം. അതുകൊണ്ട് തന്നെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അല്ലാത്ത പക്ഷം പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.